തൃശ്ശൂരിൽ ഇതാ കെ മുരളീധരന്റെ അടക്കമുള്ള കാര്യങ്ങൾ അതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക വൈബാണ്. വൈബ് പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ പാട്ട് പാടാൻ എനിക്ക് തോന്നുന്നു നേതാക്കൾ തന്നെയാണോ? താളം പിടിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ ഈ വർണ്ണക്കൊടികൾ ഓരോ രാഷ്ട്രീയ പാർട്ടി കൊടിയെടുത്തിറങ്ങിയിരിക്കുന്നു. ഈ ഉത്സവം, ഈ ആവേശം, ഇതാണ് ജനാധിപത്യത്തിന്റെ സത്ത, ഇതാണ് ജനാധിപത്യത്തിന്റെ സ്പിരിറ്റ്. ജനോത്സവമാണ് തെരഞ്ഞെടുപ്പ്. 11 മിനിറ്റ് 6 മണിയാകാൻ ഇനി 11 മിനിറ്റ്. ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ മിനിറ്റും ആവേശത്തിന്റെ മിനിറ്റുകൾ. നിശബ്ദ പ്രചാരണത്തിന്റെ നിലയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആവേശം കത്തിക്കയറുന്നു ഓരോ വോട്ടുകളെയും. ഏതെങ്കിലും വോട്ടറെ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഇനിയും മനസ്സിൽ പാകപ്പെടുത്താത്തവരുണ്ടോ എങ്കിൽ കാണൂ, ഇതാ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഇതാ ഞങ്ങളുടെ കൊടിപ്പടങ്ങൾ, ഇതാ ഞങ്ങളുടെ വർണ്ണബലൂണുകൾ, ഇതാ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, ഇതാ ഞങ്ങൾ കടന്നെത്തുന്ന ആ ജനതയെ. കൊട്ടിക്കലാശം 10 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് എല്ലാ ആവേശവും ഏറ്റുവാങ്ങിക്കൊണ്ട് മഴ പെയ്യുകയാണ്. മഴ പെയ്യുന്നു. വയനാട് LDF-ന്റെ കൊട്ടിക്കലാശത്തിൽ നോക്കൂ, എല്ലാ കൊടിയും ഉണ്ട്. രാഹുൽ ഗാന്ധി മടങ്ങിപ്പോയ വയനാട്ടിൽ ലീഗിന്റെ കൊടികളും അതെ അയ്യന്തലിന്റെ കൊടിയാ. ഇടതുമുന്നണിയുടെ ദൃശ്യങ്ങളാണ്. ചുവപ്പ്, CPI-യുടെ ചുവപ്പ്, INL-ന്റെ പച്ച, RJD-യുടെ പച്ച, അങ്ങനെ പച്ച ചുവപ്പ് സംഗമം വയനാട്ടിൽ വടകരയിലേക്ക്. അങ്ങനെ കൊട്ടി കയറുകയാണ്. അങ്ങനെ ആവേശം പാനോളം കൊട്ടുന്നു. ഇനി 10 മിനിറ്റ് ഇങ്ങനെ കൊട്ടിക്കയറും. 10 മിനിറ്റ് ഇറങ്ങി നിശബ്ദമായി മാറും. മഴയത്തെ ആവേശം, മഴ തളർത്താത്ത ആവേശം. നിമിഷങ്ങൾ കൂടി മാത്രം 9 മിനിറ്റ് കാത്തു നിൽക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്, ശബ്ദഘോഷത്തിന് സമാപനമാകുന്നു. പക്ഷേ ആ 500 സെക്കൻഡ് മതി 5000 ദൃശ്യങ്ങളെ ജനങ്ങൾക്ക് കൈമാറാനെന്ന് പ്രഖ്യാപിക്കുന്നു 3 മുന്നണികളും. സംസ്ഥാനത്ത് നേരത്തെ പറഞ്ഞ പോലെ തലപ്പാടി തൊട്ട് കളിയിക്കാവുള്ളവരെ ഒറ്റ മനസ്സായി 8 മഴയ്ക്ക് കെടുത്താൻ കഴിയുന്നില്ല ആവേശം. കൊടി മടക്കുന്നില്ല പ്രവർത്തകർ. ആവേശം ഈ മഴയെത്തും. തിരുവനന്തപുരത്ത് പ്രവർത്തകർ കാനന്ദ മഴയാണ്. തിരഞ്ഞെടുപ്പ് ചൂടിനെ തണുപ്പിക്കാനാവില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ മഴ ഞങ്ങൾ നിന്നെ കാത്തിരുന്നിരുന്നു. നിങ്ങൾ പെയ്തു പോയിക്കോളൂ. ഞങ്ങളുടെ ആവേശത്തെ തണുപ്പിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രചാരണത്തെ നിർത്തിവെൽപ്പിക്കാൻ പറ്റില്ല. ആനി രാജ, നമുക്ക് വയനാട്ടിലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് പോവാം. ആനി രാജ, വയനാടിനെ നെഞ്ചോട് ചേർത്ത ആനിരാജയുടെ പ്രവർത്തകർക്കൊപ്പം ഇങ്ങനെ ആവേശത്തിലാണ് കൈകൊട്ടുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും സമ്പന്നമായ ദൃശ്യങ്ങളിലൊന്ന് തുടക്കത്തിൽ തന്നെ ഉയർത്തിപ്പിടിച്ച പന്തവുമായി കടന്നു നീങ്ങിയ ആനിരാജാവേശമായിരുന്നു. മഴയിലും നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് പോലും ആവേശം തണുക്കാതെ തിരുവനന്തപുരത്തെ ജനതതി. മഴ ആവേശം കൂട്ടിയിട്ടേ ഉള്ളൂ. ആവേശത്തിര ഗ്രൈൻഡ് മുകളിൽ വി മുരളീധരൻ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി ഉയർത്തിയും താഴ്ത്തിയും ക്രെയിൻ അങ്ങനെ പ്രവർത്തകരിലേക്ക് അടുപ്പിക്കുകയാണ്. മാനത്തുണ്ട്, വാനിലുണ്ട് എന്നറിയിക്കാൻ. തിരുവനന്തപുരം തലസ്ഥാനത്തെ പേരുക്കടയുള്ള ദൃശ്യങ്ങളാണ്. ആവേശ പെരുമഴ. അതൊന്നും തല്ലിക്കെടുത്താൻ കഴിയില്ല. ഞങ്ങളുടെ ഹൃദയം ആവേശത്തെ കെടുത്താൻ കഴിയില്ല. അവസാനത്തെ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വർണ്ണക്കൊടികൾ, വയനാട്ടിലുള്ള ആവേശം എന്തിന് പകരം വെക്കാൻ കഴിയും? ആവേശക്കടലാണിത്.
പെരുമഴയെ, അതിനപ്പുറത്ത് മാനത്തു നിന്ന് പെയ്തു വീഴുന്ന മഴത്തുള്ളികൾക്ക് മറുപടി എന്നോണം ഭൂമിയിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ മാനത്തേക്ക് എറിഞ്ഞു വീഴുന്നു. വിജോയ് എൻജോയ് വിജോയ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ ദിൽ മേ ജോയ്, ദില്ലി മേ ജോയ് എന്നാണ് അവരുടെ മുദ്രാവാക്യം. നേരത്തെ വി മുരളീധരനായിരുന്നു അവിടെ ക്രെയിനിൽ നിന്നിരുന്നത്. മാനത്തേക്ക് ഉയർന്നു വരാൻ എനിക്കും കഴിയുമെന്ന് വിജോയ് പ്രഖ്യാപിക്കുന്നു. അവിടെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആവേശം ഉച്ചസ്ഥായിയിലേക്ക് കൊട്ടിക്കയറുന്ന ആ നിമിഷങ്ങൾ ഇതാ